ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ 2023 വിട പറഞ്ഞു പോയി. നമ്മൾ 2024 പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഐ വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഒരാളോട് കാത്തിരിക്കാൻ വേണ്ടി നമ്മൾ പറയാറുണ്ട് അല്ലേ, വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, ഇംഗ്ലീഷിലും പറയാറുണ്ട്. അപ്പോൾ ക്യാൻ യു പ്ലീസ് വെയിറ്റ് മീ, എന്നെ ഒന്ന് കാത്തിരിക്കാമോ എന്ന് മാത്രമാണോ നമ്മൾ പറയുന്നത്? അല്ല. അപ്പോൾ നമ്മൾ ഒരാളോട് കാത്തിരിക്കാൻ വേണ്ടി പറയുന്ന, ഇംഗ്ലീഷിൽ പറയുന്ന വ്യത്യസ്തമായ ശൈലികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സമയങ്ങളെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരാളോട് കാത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന വ്യത്യസ്തമായ ശൈലികൾ. പല സിറ്റുവേഷനിൽ പല ആളുകളോട് നമ്മൾ പല രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്ന വാചകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: കുഡ് യു പ്ലീസ് ഗിവ് മീ എ മിനിറ്റ്, കുഡ് യു പ്ലീസ് ഗിവ് മീ എ സെക്കൻഡ്, അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് ഗിവ് മീ എ മിനിറ്റ് എന്ന് പറയാറുണ്ട്. വളരെ പൊളൈറ്റായിട്ട് ഒരാളോട് ഒരു അല്പസമയം ദയവിത് ഒന്ന് കാത്തിരിക്കാമോ എന്ന് പറയുന്നത് അത്രയും മനോഹരമായ രീതിയിൽ നമുക്ക് പിന്നെ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അല്ലേ. വിരോധമില്ലെങ്കിൽ ഒരല്പസമയം ഒന്ന് കാത്തിരിക്കാമോ. കുഡ് യു പ്ലീസ് ഗിവ് മീ എ സെക്കൻഡ്, ഒരു സെക്കൻഡ് കേട്ടോ, ഞാനിപ്പോൾ വരാം. കുഡ് യു പ്ലീസ് ഗിവ് മീ എ മിനിറ്റ്, ഒരു മിനിറ്റ് കേട്ടോ, ഞാനിപ്പോൾ വരാം, ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന രീതിയിൽ പറയുന്നത് വളരെ മാന്യമായ ഒരു രീതിയാണ്. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഹാങ് ഓൺ എ സെക്കൻഡ്. ഹാങ് ഓൺ എ സെക്കൻഡ് നമ്മൾ മൂവീസിലൊക്കെ ധാരാളമായിട്ട് കേൾക്കുന്ന ഒരു ശൈലിയാണ് ഹാങ് ഓൺ എ സെക്കൻഡ്. ഹാങ് ഓൺ എ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ, ഹാങ് ഓൺ എന്ന് പറഞ്ഞാൽ വെയിറ്റ് എന്നുള്ളതിൻ്റെ ഫ്രേസൽ വെർബാണ് ഹാങ് ഓൺ എന്ന് പറയുന്നത്. കേൾക്കാൻ രസമാണ് അല്ലേ. ഹാങ് ഓൺ എന്ന് പറയുമ്പോൾ ആ വെയിറ്റ് എന്ന് പറയുന്ന പോലെയല്ല, ഒരു പുതുമയുണ്ട് അല്ലേ. അപ്പോൾ മൂവീസിലൊക്കെ ധാരാളമായിട്ട് ഇത് കാണുന്നുണ്ട്. ഹാങ് ഓൺ എ സെക്കൻഡ്, ഒരു സെക്കൻഡ് കാത്തിരിക്കണേ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, ജസ്റ്റ് എ സെക്കൻഡ്, ജസ്റ്റ് എ സെക്കൻഡ്, ഒരു സെക്കൻഡ് കേട്ടോ, ഇതാ വരുന്നു, ജസ്റ്റ് എ സെക്കൻഡ്. അപ്പോൾ ഹാങ് ഓൺ എ സെക്കൻഡ് എന്നോ ജസ്റ്റ് എ സെക്കൻഡ് എന്നോ നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ് കാത്തിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു രീതിയാണ് ജസ്റ്റ് ഹോൾഡ് ഓൺ. ജസ്റ്റ് ഹോൾഡ് ഓൺ എ സെക്കൻഡ്, ജസ്റ്റ് ഹോൾഡ് ഓൺ എ സെക്കൻഡ്, ഒരു സെക്കൻഡ് ഒന്ന് നിൽക്കണേ എന്നാണ്. നമ്മൾ ഫോണിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് പ്ലീസ് ഹോൾഡ് ഓൺ എന്ന് പറയാറുണ്ട് അല്ലേ. ഒന്ന് വെയിറ്റ് ചെയ്യണേ എന്നുള്ളത് തന്നെയാണ് അവിടെ അർത്ഥം വരുന്നത്. ജസ്റ്റ് ഹോൾഡ് ഓൺ എ സെക്കൻഡ്, അല്ലെങ്കിൽ ജസ്റ്റ് ഹോൾഡ് ഓൺ, ഒന്ന് നിൽക്കണേ, ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യണേ എന്നുള്ളത് തന്നെയാണ് ജസ്റ്റ് ഹോൾഡ് ഓൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒരാൾ നമ്മളിങ്ങനെ നിർത്തിയിട്ട് പോവുകയാണ്, ഒന്ന് വെയിറ്റ് ചെയ്യൂട്ടോ, ഞാൻ കുറച്ച് നിമിഷത്തിനുള്ളിൽ നിങ്ങളുടെ കൂടെ ചേരാം, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഇപ്പോൾ വരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ പോവുകയാണ്. അയാൾ ഉടനെ തന്നെ വരും. അപ്പോൾ ആ രീതിയിലാണ് പറയുന്നതെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെയാണത് പറയുന്നത്: ഐ വിൽ ബി റൈറ്റ് വിത്ത് യു ഇൻ എ മൊമെൻറ്റ്. ഐ വിൽ ബി റൈറ്റ് വിത്ത് യു ഇൻ എ മൊമെൻറ്റ്. ഞാൻ ഒരു നിമിഷത്തിനുള്ളിൽ ഞാൻ നിങ്ങളുടെ കൂടെ പങ്കുചേരാം കേട്ടോ, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വരാം, അല്ലെങ്കിൽ നിൻ്റെ അടുത്തേക്ക് വരാം. ഐ വിൽ ബി റൈറ്റ് വിത്ത് യു ഇൻ എ മൊമെൻറ്റ്, അല്ലെങ്കിൽ ഇൻ എ സെക്കൻഡ്. ഐ വിൽ ബി റൈറ്റ് വിത്ത് യു ഇൻ എ മൊമെൻറ്റ്, അല്ലെങ്കിൽ ഇൻ എ സെക്കൻഡ്. ഞാൻ ഇപ്പോൾ തന്നെ വരാം കേട്ടോ, നിങ്ങളുടെ കൂടെ പങ്കുചേരാം, ഒന്നിരിക്കണേ, ഒന്ന് വെയിറ്റ് ചെയ്യണം തന്നെയാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ വളരെ പൊളൈറ്റായിട്ട് പറയുന്ന മറ്റൊരു രീതിയാണ് കുറച്ച് നേരം ഒന്ന് ക്ഷമിക്കണം കേട്ടോ, വിരോധം അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് ക്ഷമിക്കണം. വളരെ പൊളൈറ്റായിട്ടുള്ള ഒരു രീതിയാണ് ക്യാൻ യു ബി പേഷ്യൻറ്റ് ഫോർ എ വൈൽ. ക്യാൻ യു ബി പേഷ്യൻറ്റ് ഫോർ എ വൈൽ. നിങ്ങൾ കുറച്ച് നേരത്തിന് രോഗിയാവണം എന്നല്ല, പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ഷമയാണ് ഉദ്ദേശിച്ചത്. ക്യാൻ യു ബി പേഷ്യൻറ്റ് ഫോർ എ വൈൽ, കുറച്ച് നേരം ഒന്ന് ക്ഷമിക്കാൻ പറ്റുമോ, ഒരിത്തിരി തിരക്കിലാണ് അല്ലെങ്കിൽ ഒരല്പം ബിസിയിലാണ്. ക്യാൻ യു ബി പേഷ്യൻറ്റ് ഫോർ എ വൈൽ, നിങ്ങൾക്ക് കുറച്ച് നേരം ഒന്ന് ക്ഷമിക്കാൻ പറ്റുമോ, ഒന്ന് കാത്തിരിക്കാൻ പറ്റുമോ എന്ന് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്, വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ക്യാൻ യു ബി പേഷ്യൻറ്റ് ഫോർ എ വൈൽ. ഇനി ഇതിൽ അവസാനമായിട്ട് പറയുന്നത് വളരെ രസകരമായ ഒരു രീതിയാണ് ഹോൾഡ് യുവർ ഹോഴ്സ്. മൂവീസിലൊക്കെ സാധാരണ കാണുന്ന ഒരു രീതിയാണ് ഹോൾഡ് യുവർ ഹോഴ്സ്. വളരെ രസകരമായ, നമ്മൾ വളരെ ഫ്ലുവൻ്റ് ആണെന്ന് കാണിക്കാൻ പറ്റുന്ന രസകരമായ ഫ്രേസാണ് ഹോൾഡ് ഹോഴ്സ് എന്ന് പറയുന്നത്. ഹോൾഡ് യുവർ ഹോഴ്സ്. ക്യാൻ യു ഹോൾഡ് യുവർ ഹോഴ്സ് ഫോർ എ വൈൽ? കുറച്ച് നേരം നിങ്ങളുടെ കുതിരയെ ഒന്ന് തളയ്ക്കാമോ, കുറച്ച് നേരം നിങ്ങളുടെ കുതിരയെ ഒന്ന് പിടിച്ചു നിർത്താമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ധൃതിയിലായിരിക്കും. അപ്പോൾ എനിക്ക് വേണ്ടി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാമോ എന്നുള്ള രീതിയാണ് ഇവിടെ വരുന്നത്. ക്യാൻ യു പ്ലീസ് ഹോൾഡ് യുവർ ഹോഴ്സ് ഫോർ എ വൈൽ? കുറച്ച് നേരം നിങ്ങളുടെ കുതിരയെ ഒന്ന് കടിഞ്ഞാനിട്ട് നിർത്താമോ എന്നാണ്. അപ്പോൾ ക്യാൻ യു ഹോൾഡ് യുവർ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് കാത്തിരിക്കാമോ ഓണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ ഒരാളോട് വളരെ മാന്യമായിട്ട് വെയിറ്റ് ചെയ്യൂ, ഒന്ന് കാത്തിരിക്കാമോ എന്ന് ചോദിക്കുന്ന ഡിഫറൻ്റായ സ്റ്റൈൽസാണ്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, പഠിക്കാം, മനസ്സിലാക്കാം. നിങ്ങൾ സംസാരിക്കുമ്പോൾ, മെസ്സേജ് അയക്കുമ്പോൾ ഇത്തരത്തിലുള്ള രീതിയിലൊക്കെ നിങ്ങൾ സംസാരിക്കാനും മെസ്സേജ് അയക്കാനൊക്കെ ശീലിക്കുക, നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.